ഞായറാഴ്ച പരിപാടി ഒരു പരിപാടിയില്ല, ഫ്രീ ആണ്. ഫ്രീ ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞാലോ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാലോ? നമുക്ക് ഒരു പണിയാ, മൊയിലിനെ ശരിയാക്കി വെക്കാം. ആയിക്കോട്ടെ, മൊയിലാക്കാം. ഞാനും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൊയില് നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞ മൊയിൽ കഴിച്ചില്ല. കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഏറ്റവും നല്ല കൊളസ്ട്രോൾ സാറാ എത്ര വണ്ണുള്ള ആൾക്കും കഴിക്കാല്ലേ? കഴിക്കാം. ഇത് എവിടെ അടുത്ത് എവിടെയും ഉണ്ടോ? ഇവിടെ അടുത്ത് തന്നെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലുണ്ട്. മൊയിൽ കൊണ്ട് നമുക്ക് എന്തിനുണ്ടാക്കുന്നത്? നമുക്ക് മൊയിൽ മേടിക്കാം, ഫ്രൈ അടിക്കാം. ഫ്രൈ അടിക്കാം. അപ്പൊ മൊയിൽ ഫ്രൈ, ഇന്ന് മൊയിൽ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ മൊയിൽ ഫ്രൈ. ഓക്കെ ചേച്ചി, ഒരു മൊയിലാണല്ലോ ഇത്. ഏതൊക്കെയാണ് ചേച്ചി ഇത്? ഏനം ഗ്രേ ഉണ്ടെന്നുണ്ടല്ലേ? ഇത് എത്രയൊക്കെ തൂക്കം ചേച്ചി? തൂക്കം ഇത് ഒരു 6 മാസം കൊണ്ട് ഒരു 3 സംതിങ് വരും. 3 കിലോ ഒക്കെ വരില്ലേ? ഇതിപ്പോ തീറ്റ എന്തിനാ കൊടുക്കാറ്? തീറ്റ നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അതൊക്കെ തിന്നോളും. ഇപ്പൊ ഞങ്ങളിപ്പോ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പുല്ലും പിന്നെ ചോളത്തവിട് ചോറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്നു. ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും? പ്രസവത്തിൽ ഒരു 8 മുതൽ 10 വരെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇതൊരു പ്രസവത്തില് ഇതിലുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാണ്. ഇടയ്ക്ക് മാറ്റണമെന്നുണ്ടല്ലേ? കൂടുതലായി കഴിഞ്ഞാൽ മാറ്റും, പിന്നെ അതിനുള്ള സ്പേസ് ഇല്ലല്ലോ കൂട്ടില്. ഇത് മൊത്തം കുറച്ചുണ്ട്, മൊത്തം ഒരു 60 മേലുണ്ട്. കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോ. ഇത് കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ? കുഞ്ഞുങ്ങൾ നിങ്ങൾ എങ്ങനെയാ റേറ്റിന് കൊടുക്കണേ? കുഞ്ഞുങ്ങള് ജോഡിക്ക് 500 വെച്ചിട്ട്. എത്ര മാസമായി? 2 മാസമായി. മീറ്റ് എത്ര? മീറ്റ് കിലോന് 250 രൂപ വെച്ചിട്ടാണ് കൊടുക്കണത്. കച്ചവടക്കാര് വന്ന് വാങ്ങുമ്പോൾ 200 വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. കച്ചവടക്കാർ മൊത്തത്തിൽ എടുക്കുമ്പോ അവർ 5-6 ഒരുമിച്ച് എടുക്കണമെങ്കിൽ കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ആവുന്നല്ലോ. അഡ്ജസ്റ്റ് ആവും. വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടാ, വൈറ്റും ബ്ലാക്കും ചേർന്ന് ഡച്ച് ഇനത്തിൽ പെട്ടത്. ഇതൊക്കെ ഡിമാൻഡ് കൂടുതലുള്ള ടൈപ്പാണ്. അതൊക്കെ എല്ലാവർക്കും വരുമ്പോൾ ഇഷ്ടാവും. ഓടിയൊന്നും പോയില്ലല്ലേ? ഓടിയൊന്നും പോവില്ല, ഇതിന്റെ മുകളിൽ ഓടി എടുക്കും. അതിന്റെ മുതുകത്ത് പിടിച്ചാൽ നമ്മൾ എടുക്കാട്ടോ. ചെവിമീൻ പിടിച്ചെടുക്കാം, മുതുകത്താകുമ്പോ ഇത്രയും കൂടി അവർക്ക് സേഫ് ആണ്. ഇതിപ്പോ 3 സംതിങ് ഉണ്ടാവും. ഇതിന് ഗ്രേ ടൈപ്പ് അല്ലേ? ഇത് എന്തോരം? ഇതിപ്പോ 3 കിലോ ഉണ്ടാവും. 3 കിലോ ഉണ്ടാവും അല്ലേ? ജോണിച്ചാ ഇത് പറ. അപ്പൊ ഇതിനെ ശരിയാക്കാം. ഓക്കെ, അപ്പൊ അത് പിടിച്ചോ. ഇന്ന് മൊയിലാണ് ഞങ്ങള് സെറ്റാക്കണം. ഞാനപ്പോ നിങ്ങളുടെ നമ്പറും സ്ഥലവും ഇതില് ആഡ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ പോടാതാ. അപ്പൊ ഞങ്ങളിന്ന് മൊയിലിനെ എങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ള പരിപാടിയാണ് കാണിക്കണേ. ഓക്കെ, അപ്പൊ ഇനി കാണാം. മുയലിനെ വാങ്ങി തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കണ്. വെറും 4 മിനിറ്റ് കൊണ്ട് നമുക്ക് മുയലിൻ്റെ തൊലി കളയാട്ടാ. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ ഇടണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തുടങ്ങാലേ? അപ്പോൾ നമ്മൾ മുയലിറച്ചി റെഡിയാക്കാൻ പോണ്. ഉരുളി വെച്ചു. ചൂടായിട്ടാണ് ആ വെള്ളം എന്നാ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അല്ലേ? ഈ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് പച്ചവെള്ളമാണോ? ഇത് നാടൻ വെളിച്ചെണ്ണയാണ്, ഇവിടെ നാട്ടിലെടുത്ത നാടൻ വെളിച്ചെണ്ണ. ഇത് കണ്ടോ, ഇത് മഞ്ഞ കളറല്ല, പച്ചവെള്ളത്തിന്റെ കളറുള്ള വെളിച്ചെണ്ണയാണ്, ഒറിജിനൽ നാടൻ വെളിച്ചെണ്ണ. ഇത് ഇവിടുത്തെ കൊപ്രാട്ടി ഇതല്ലേ? ജോണിച്ചന്റെ പറമ്പ് കാണിച്ചിട്ടുണ്ടായല്ലോ, അവിടുത്തെ തെങ്ങുമേന്ന് ഇട്ട തേങ്ങ, ആ നാളേരം ഉണക്കി കൊപ്രയാക്കി ആട്ടി വെളിച്ചെണ്ണയാണ്. അപ്പൊ തുടങ്ങല്ലേ? തനി നാടൻ വെളിച്ചെണ്ണ. സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മഞ്ഞ വെളിച്ചെണ്ണ ആയിരിക്കും, ഇത് നല്ല വെള്ളം പോലെ ഇങ്ങനെ വെളിച്ചെണ്ണ. ജോണിച്ചപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതൊരു സംഭവം. ഇതില് ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി. ഇത് ഇഞ്ചി വേപ്പില വെളുത്തുള്ളി അല്ല, ചതച്ചെടുത്തുള്ളൂ, അരച്ചിട്ടില്ല, ചതച്ചെടുത്താണല്ലേ?
പിന്നെ ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി വേണം. ഇത് കാന്താരി മുളക് അല്ലേ? കാന്താരി മുളക്. പിന്നെ പച്ചമുളക്. ഇത് ചതച്ചിടാനുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതിൽ സവോളയും, ഇത് സവോള, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങി. വെളിച്ചെണ്ണ തിളച്ചില്ല. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ചേർക്കാല്ലേ? ആദ്യത്തെ ഐറ്റം ഉണ്ടാവും. ഇതാണ് ആദ്യത്തെ ഐറ്റം. ഇതിപ്പോൾ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണത്. ചതച്ചാണ്. അപ്പോൾ അത് ആദ്യം ചേർക്കണല്ലേ? അത് ആദ്യമായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ. കയ്യാണ് ഇപ്പോൾ പച്ചവടം മാറി നല്ല മണമുണ്ട്. അത് അങ്ങനെ വരുമ്പോഴാണ് ഇത് ഇടാം. സവോള അരിഞ്ഞതും പച്ചമുളകും. ഇവിടുത്തെ സവോള തോന്നാറുണ്ട്. 2 സവോള. 2 സവോള നല്ല നൈസായിട്ട് അരിഞ്ഞതല്ലേ? അത് വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്ത് ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോഴാണ് നമ്മൾ ഈ സവോളയും പച്ചമുളകും കൂടി ചേർക്കുന്നത്. കാന്താരി മുളകും ചെറുള്ളി പിന്നെ അടുത്തത് ചേർക്കാൻ പോണല്ലേ? ഇത് ചതച്ചിടണം. അപ്പോൾ അത് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇത് ചതച്ച് എടുക്കാം. ചതച്ചെടുക്കാം. ആയിക്കോട്ടെ. ഇപ്പോൾ ചതച്ച് വരുന്ന പാകമുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിടണം. അത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കൂട്ടി ഇങ്ങനെ ഒന്നാട് ചാരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇടാം. ഇപ്പോൾ പാകമുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലാം ചേർന്നു. ഇതിൽ എല്ലാം യോജിച്ചേണ്ട. ഇപ്പോൾ 1 ലിറ്ററിന് നേരത്തെ ഇട്ടായിരുന്നു. ഒരു പകായി. ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് നേരത്തെ ചതച്ച ആ ചേരുവകളാണ് ഇനി ഇടാൻ പോകുന്നത്. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ആവശ്യമായ മസാലകളൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്. ഓക്കെ. മസാല കൂട്ടുക. അത് ആദ്യത്തെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കണം. 2 ടീസ്പൂൺ ചേർക്കണം. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാന്നല്ലേ? ഇനി അടുത്ത് മഞ്ഞളാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി അടുത്ത ഐറ്റം മുളക് പൊടി. മുളക് പൊടിയിൽ കാശ്മീരി പൊടി 2 ടീസ്പൂൺ. കളർ കിട്ടാൻ വേണ്ടിയല്ലേ? കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി. അത് കഴിഞ്ഞിട്ട് പിന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ. ഇനി അടുത്തത് ഗരം മസാല എന്ന് പറയുന്ന സാധനം പൊടി. അത് 1.5 ടീസ്പൂൺ ഉണ്ടത്. ഗരം മസാല അല്ലേ? അപ്പോൾ അതും കൂടി ചേർത്ത് ഏതാണ്ട് പൊടി കൂട്ടി കഴിയോ? പൊടി കഴിഞ്ഞിട്ടില്ല. മോയിലിറച്ചി ചെയ്തുകൊണ്ട് കുരുമുളക് ഇറങ്ങാൻ ഇത്തിരി കൂടുതൽ ചേർക്കണം. പച്ചക്കുത്ത് പോകാൻ പറ്റാണത്. ശരിയാ. അതിനാണ് ഇതിടുന്നത്. കുരുമുളക് കുറച്ച് കൂടുതൽ ഇറങ്ങണമെന്നല്ലേ? കൂടുതൽ ഇറങ്ങണം. ഇനി കുറച്ച് വേപ്പ് ഇടാനുണ്ട്. ഇനി ലേശത്തിൽ പച്ചവെള്ളം ഒഴിക്കണം. പച്ചവെള്ളല്ലേ? ഇറച്ചി വേവാണല്ലോ ഒരിത്തിരി. ഈ മസാല തെളിക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പാണ് ഇട്ടാണ്. ഉപ്പ് ഇറങ്ങണം. ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലേ? ചേർത്തിട്ടുണ്ടായില്ല. ഇപ്പോൾ മോയിലിറച്ചി ഉണ്ട പാകമുണ്ട്. മസാല വെന്തൂലേ? മസാല ഉണ്ട്. ഇറച്ചിടാ? അതിനിപ്പോൾ ഇറച്ചി ഇടാം. ഇതിപ്പോ 1.5 കിലോ ഇറച്ചി ഉണ്ടാവും തോന്നുന്നുണ്ടല്ലേ? 1.5 കിലോ കൂടുതലുണ്ടെങ്കിൽ കാണുള്ളൂ. നമ്മളൊരു 3 കിലോ ഉള്ള മൊയിലാണ് മേടിച്ചത് അവിടെ നിന്ന് അല്ലേ? അതിപ്പോ വൃത്തിയാക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു 1.5 കിലോ ഇറച്ചി ഉണ്ടല്ലേ? ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ഇറച്ചിയുടെ കളറാണ് മാറി. മസാല നല്ല എല്ലാം ചേർന്ന് ഇതിൽ കടന്ന് ശരിക്കും അങ്ങോട്ട് വേവണം അല്ലേ? ഒന്ന് വേവണം.
ഇപ്പോൾ ഞാൻ ഇത് ഇളക്കി മസാലയൊക്കെ എല്ലാം ഒരു പിടിച്ചിട്ടുണ്ട്. മസാല ഒക്കെ സെറ്റ് ആക്കിയില്ല ഇറച്ചി. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കാൻ പോവാ. ഇത് സാധനം കറുവപ്പട്ടയാണോ? അത് കറുകപ്പട്ടൊന്നുമല്ല, ഇത് സർവ്വസുഗന്ധി എന്ന് പറയും. ഇത് ഭാര്യ വീട്ടിൽ നട്ടുപിടിപ്പിച്ച സാധനമാണത്. ഇത് ഇന്നലെ നല്ലൊരു മണമാണത്. എന്നിട്ട് ഇതിൽ കീറി ഞാൻ ഇടാൻ പോവാണ്. അല്ല, ഇത് ഈ സർവ്വസുഗന്ധിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഈ മൊയിലർച്ചിയുടെ ഒരു കുത്തുണ്ട്. ആ കുത്ത് പോകാൻ വേണ്ടി പച്ചക്കുത്ത് മാറാനല്ല, കുത്ത് അത് മാറാൻ വേണ്ടി ഈ സാധനം കുരുമുളകിന്റെ കൂടെ. ഇത് ഈ ഇല ഇട്ടപ്പോൾ അതിൻ്റെ മണം വരുന്നുണ്ട്. ഇതാണ്ട് ആ ആവിയോടി ഇതാണ്ട് ചേർന്നുകൂടി ഒരു മണം. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാന്നല്ലേ. ഇനിയിപ്പോൾ ഞാൻ വാഴയിൽ വെച്ചാൽ മുടന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് മൂടി വെച്ചാൽ വാഴയിൽ വെച്ച് മുടിയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയിൽ മൂടുമ്പോൾ അതിൻ്റെ ഒരു രുചി ഈ വാഴയിൽ ഇത് ആവി കൂടി ചേരുമ്പോൾ ഒരു മണമുണ്ട്. ചേർന്ന് വരുമ്പോൾ നല്ലൊരു രസം ഇതിന് കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ ഇട്ട ഇലയുടെ തണ്ട്, സർവ്വസുഗന്ധി അല്ലേ? സർവ്വസുഗന്ധി. ഇതിപ്പോൾ ഇവിടെ നട്ട് വളർത്തിയെന്നാണ്. 25 വർഷത്തോളമായിട്ട് ഒരു എല്ലാ ഐറ്റംസും ഇവിടെ പറമ്പിലുണ്ടല്ലേ? ഇവിടെ ഉണ്ട്. ഞാൻ നാളെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനത്തെ 5-8 ഇലയ്ക്ക് 25 രൂപയാണ്. 8 ഇലയ്ക്ക് 25 രൂപ. 25 രൂപ. ജോൺസിനപ്പം ഇതിന്റെ ഈ തൈ എവിടെ നിന്ന് കിട്ടിയേ? അത് 25 വർഷം മുമ്പ് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന കാർഷിക സർവകലാശാലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തൈ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നട്ടാണ്. ഇപ്പോൾ 3/4 വേവായുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അടുത്തൊരു സാധനം ഇടാൻ പോവാണ് ഞാൻ. തേങ്ങക്കൊത്ത്. ഇത് അരിഞ്ഞ് കൂട്ടി ഇളക്കണം. ഒരു തേങ്ങയുടെ കൊത്തുണ്ടെന്നുണ്ടല്ലേ? ആ, ഉണ്ട്. ഈ തേങ്ങ ചേരുമ്പോൾ ഒരു രസമുണ്ട്. ഇപ്പോൾ ചാറൊന്ന് കുറുകി കുഴമ്പ് രൂപത്തിലായി. ഓക്കെ. ഇനി ഇതിൽ വേറൊരു സാധനം ഇടും. ഇനി ഇതിൽ ചേർക്കാനുള്ളത് നമുക്ക് സാധനം ഇനിയും ബാക്കിയുണ്ടല്ലോ ഐറ്റംസ്. ഇതൊരു ജീരകം, പെരിഞ്ജീരകം, ജീരകം. ഇത് 1.5 സ്പൂൺ വെച്ചിടണം. സാധാ ജീരകവും പെരിഞ്ജീരകം അല്ലേ? അതന്നെ. ശരി, 1.5 സ്പൂൺ. 2.5 സ്പൂൺ തന്നെ. 2.5 സ്പൂൺ വെച്ചു. പിന്നെ പച്ചമുളകും. പച്ചമുളക് എത്ര ഉണ്ട്? അതൊരു 2-3 എണ്ണം. 2-3 എണ്ണം പച്ചമുളക് അല്ലേ? ഇടയ്ക്ക് നല്ല ഡ്രൈ ആക്കി കഴിഞ്ഞാൽ സംഭവം റെഡി അല്ലേ? സംഭവം റെഡി. ഇപ്പോൾ നല്ല കളറായി. നല്ല കളറും നല്ല മണം. ജീരകം നല്ല മണമുണ്ട്. ഇനിയല്ലോ ആ വെളിച്ചെണ്ണ കുപ്പി വെളിച്ചെണ്ണ പിടി. ഇനി വെളിച്ചെണ്ണ കഴിക്കണല്ലേ? ആ, ഒരു ലേശം. ഒരു ലേശം ഒന്നങ്ങനെ തൂക്കി കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വേവായി. ഏകദേശം 3/4 മണിക്കൂറിലെ 3 മണിക്കൂറായിട്ടുണ്ട്. 3/4 മണിക്കൂറിന്റെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊയിലേഴ്സ് റെഡി. ഇനി ചെയ്യാൻ പോണത് എൻ്റെ മീത് കൂടെ ആ നേരത്തെ നമ്മൾ സപ്പോള കിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഇത്തിരി മധുരിപ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇത്തിരി ചെറുനാരങ്ങ പിഴിഞ്ഞു ഒഴിക്കണം. ഓക്കെ. ആ ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പുളി ചെല്ലുമ്പോൾ അതിൻ്റെ മധുരം ശരിയാവൂല, രുചി കറക്റ്റാവുന്നു. ആ, അപ്പോൾ രുചി നല്ല ഇതാവും. ഒരു 1/4 നാരങ്ങ പിഴിഞ്ഞാണ്ട് ഒഴിക്കാന്നല്ലേ? അതിൻ്റെ പുളിയാണ് ചിലപ്പോൾ ശരി. ആ പുളി വരുമ്പോൾ നല്ല ഇതാവും. ഇപ്പോൾ നല്ല അടിപൊളി മണ്ണുണ്ട്. ആ സർവ്വസുഗന്ധിയുടെ ഇലയിട്ട് കാരണമാകുന്നതുകൊണ്ട് നല്ല മണല്ലേ? നല്ല മണം. ഒരു പ്രത്യേക മണമാണ് അതിന്. കറുവപ്പട്ടയുടെ മണം അതല്ല, വേറൊരു പ്രത്യേക തരം മണമാണ് അതിന്. വല്ല പ്രത്യേക ഒരു മണം തന്നെ. സർവ്വസുഗന്ധിയുടെ പ്രത്യേക ഒരു മണമാണ്. ഇനി നമുക്ക് ഇറക്കാറായില്ലേ? ഇത്രയുള്ള പരിപാടി. ഇനി കഴിഞ്ഞു. നമ്മുടെ മുയലിറച്ചി ഫ്രൈ ആയിട്ടുണ്ട് അല്ലേ? അതെ, ഫ്രൈ. ഇറക്കി വെക്കാം. ഇപ്പോൾ ഏതിറച്ചിയായാലും നാടൻ രീതിയിൽ വെച്ച് തന്നെ ശരിയാക്കണം. അതാണ് അതിൻ്റെ
നമ്മൾ നാടൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറക് വെച്ച് ഈ അടുപ്പ് സാധനം വിറകടുപ്പിൽ വെച്ച് സംഭവം ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ രുചിയൊക്കെ കാര്യങ്ങൾ സെറ്റ് ആവുന്നല്ലേ? അപ്പോഴാണ് അതിന്റെ രസം വരുള്ളൂ. ശരി. അതിന് ജോണിച്ച് എപ്പോഴും പറമ്പിൽ പോയി ശരിയാക്കാന്ന് പറഞ്ഞ് പുറത്ത് നമ്മൾ ചെയ്യണല്ലേ? അതന്നെ. ടേസ്റ്റ് നോക്കാം ജോണിച്ചാ? ടേസ്റ്റ് നോക്കാം. കുറച്ച് കിളിയുണ്ടോ? തൂസിന് നല്ല ഗുണമുണ്ട്. ഈ തേങ്ങക്കുത്തും ഇറച്ചിയും കൂടി കൂട്ടി കടിച്ചതിന് പ്രത്യേക രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മൊയിൽ ഫ്രൈ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാം ജോണിച്ചാ? ടേസ്റ്റ് നോക്കാം. തേങ്ങക്കൊത്ത് കൂട്ടി കഴിക്കാന്നുള്ള പറഞ്ഞു. കൂട്ടി കഴിക്കാം. അടിപൊളി സാധനമുണ്ട്. അതിന് ആദ്യമായിട്ടാണ് മൊയിലിറച്ചി കഴിക്കണം. സൂപ്പർ സംഭവം. വേവും സംഭവം കറക്റ്റാണ്. നല്ല പാചകമുണ്ട്. ആ കുരുമുളകിൻ്റെ ഒരു കുത്തും പിന്നെ ഈ പറഞ്ഞൊരു സർവ്വസുഗന്ധിരെ തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണം. അടിപൊളി സംഭവമുണ്ട്. നിങ്ങൾക്ക് പറ്റണവർ എല്ലാവരും മൊയിൽ, ഇപ്പം മൊയിലൊക്കെ ഇഷ്ടമാതിരി വെടിയാൻ കിട്ടുന്നുണ്ട്. മൊയിൽ പറ്റണവർ മേടിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അടിപൊളി സംഭവമുണ്ട്. വെറുതെ പറയാല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയാം. കാരണം നല്ല അടിപൊളി സംഭവമാണ്. സൂപ്പർ ഉണ്ട് കാണിച്ചാൽ. അടിപൊളിയുണ്ട്. ഞാൻ ആദ്യം കഴിക്കണം. സൂപ്പർ. ഈ സാധാരണ മൊയിൽ കഴിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ മടിയും വിചാരിക്കുന്നതുകൊണ്ട് മൊയിലിനൊരു കുത്തുണ്ടെന്നൊക്കെ പറഞ്ഞ ഇറച്ചിക്ക്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ വെക്കണമെങ്കിൽ ഇതിനൊരു കുത്തുമില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി ബീഫോ അല്ലെങ്കിൽ വേറെ പോർക്കോ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി സംഭവമാണ്. എന്തായാലും നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അല്ലേ വിളിച്ചാ? ഇതുമാതിരി ഇത് വെച്ച് നോക്കാം. ചേട്ടായീസ് ഫുഡ് ട്രാവൽ ആൻഡ് അഗ്രി എന്ന ചാനലിനായി ഞാൻ അനീഷ് തെവലപ്പള്ളി, എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജോണിച്ചാൻ. അപ്പോൾ ഇനി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നേക്ക് സൈൻ ഓഫ്.